ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ചോറും മീനും ആ കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളത്. നമ്മളെ കുറ്റിപ്പുറത്തുള്ള ചോറും മീനും അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. നമ്മുടെ മീനുകളുടെ ഗന്ധമൊക്കെ എന്താ പറയുക, നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ മീനിൻ്റെ മസാലയുടെയൊക്കെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ തിളച്ച് കയറും കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. താഴ്ഭാഗത്താണിത്, ആകെ തിരക്കാട്ടോ. ഒറ്റ ടേബിൾ ഒഴിവില്ല. ആളുകളവിടെ കംപ്ലീറ്റ് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക, ഈ ഒരു മീനും ചോറും കിട്ടിയ ആളുകൾ വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിതാ മുകളിലേക്ക് പോയി. മുകളിൽ റൂമുണ്ടെന്ന് പറഞ്ഞു. മുകളിൽ പോയപ്പോൾ ഇതേ അവസ്ഥ, വെയിറ്റിംഗ് തന്നെയായിരുന്നു. ഇതേ താഴേക്ക് നോക്കിയപ്പോൾ ഒരു കല്യാണത്തിന് ആളുകൾ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യില്ലേ, അമ്മാതിരി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണാം നിങ്ങൾക്ക്. ഈ ചോറും മീനിലേക്കും വന്ന ആളുകളാണത്. അപ്പോൾ കുറേ ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്, കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ വെച്ചിട്ട്. കുഞ്ഞാറ്റയും ഞാനും ഞങ്ങളൊക്കെ കുഞ്ഞാറ്റയൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ്. കുറേ നേരമായിട്ട്, അത്യാവശ്യം 1:30 കഴിഞ്ഞിരിക്കുന്നു, 2 മണിയാവാനായിരിക്കും. അപ്പോൾ നല്ല വിശപ്പുണ്ട്. കുറേ കാത്ത് ഞങ്ങളുടെ ഊഴമെത്തി, ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വിളമ്പി, കറികളും സദ്യവട്ടങ്ങൾ എല്ലാ കറികളും ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ച് കറി എന്നുള്ള രീതിയിൽ സാമ്പാർ, മീൻകറി, പുളിശ്ശേരി, ഈ 3 ഐറ്റമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. ഞാൻ, രാജോട്ടൻ, കുഞ്ഞാറ്റ, ലച്ചുട്ടി, ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ ഐറ്റം വന്നു കാളാഞ്ചി എന്ന് പറയുന്ന മീനാട്ടോ. കുറച്ച് വലിയ മീനാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആ മസാലയൊക്കെ പൊള്ളി ടേസ്റ്റ്, അങ്ങനെ മീനങ്ങോട്ട് പൊളിച്ച് ആ മസാലയിൽ ഇങ്ങനെ എന്താ പറയുക, മസാലയിൽ ഇങ്ങനെ മുക്കി അതിങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അടിപൊളി കേട്ടോ. അതിൽ വെള്ളം വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ലച്ചുവിന് പിന്നെ മീനൊക്കെ നല്ല ഇഷ്ടമാണ്. എരിവുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും അവൾ കഴിക്കുന്നുണ്ട്. കുഞ്ഞാറ്റയും കഴിക്കുന്നുണ്ട്. കുഞ്ഞാറ്റ കുറച്ച് കഴിക്കാൻ മുന്നിലാണെങ്കിലും മീനങ്ങനെ തൊട്ട് കഴിക്കുന്നുണ്ട്. അതിലുള്ള ചമ്മന്തിയൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സും വയറും നിറഞ്ഞാൽ അവിടെ മണി അടിക്കാനുണ്ട്. ലച്ചു കാര്യമായിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റടിച്ചു. പിന്നെ എൻ്റെയും മനസ്സും വയറും നിറഞ്ഞു. അപ്പോൾ ഞാനും മണി അടിക്കാതെ എങ്ങനെ പോകാം അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പഴമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ചോറും മീനിനോടും ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളിത് കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളത് കഴിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുവഴി കുറ്റിപ്പുറം വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ